വാഴ 3 ഒരു പരാജയമായിരിക്കുമോ? ഗേൾസ് ലീഡായി വന്നാൽ സിനിമയിൽ കരച്ചിലും ഈഗോയും മാത്രമായിരിക്കുമോ? വാഴ 3യോടുകൂടി വാഴ ഫ്രാഞ്ചൈസി ഇല്ലാതാവുമോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാഴ മലയാള സിനിമയിൽ ഈ പേര് ഇപ്പോ ഒരു ബ്രാൻഡാണ്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലെ വാഴകളെ നമ്മൾ സ്ക്രീനിൽ കണ്ടു, സെലിബ്രേറ്റ് ചെയ്തു. എന്നാൽ വാഴ 3 അനൗൺസ് ചെയ്തപ്പോൾ ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾ എന്ന ടാഗ് ലൈൻ പോസ്റ്ററിൽ തെളിഞ്ഞപ്പോൾ കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ സിംഹങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. വാഴ 3 ബോക്സ് ഓഫീസിൽ ഫെയിൽ ആവുമെന്ന് പറയുന്നു കുറച്ചുപേർ. പ്രസവവും പീരീഡ്സും കരച്ചിലും ഇതൊക്കെയല്ലേ സിനിൽ കാണുക എന്ന് പറയുന്നു മറ്റു പലരും. എന്താല്ലേ ഇപ്പോ കാണുന്ന കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കൂ. പിള്ളേർക്ക് മൂഡ് സിങ്സ് അല്ലാതെ എന്ത് കഥ പറയാൻ? ഇത് വാഴയല്ല, വാഴ പിണ്ടിയാണ്. ഫീമെയിൽ ലീഡായി വന്നാൽ പടം പൊട്ടും ഷുവർ. ആകെ പറയാനുള്ള കഥ പ്രസവവും പീരീഡ്സ്, മൂഡ് സിങ്സ്, ഈഗോ, പ്രസവം ഇതൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫായി നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അസഹിഷ്ണുത? പെൺകുട്ടികൾ വാഴകളായാൽ എന്താണ് കുഴപ്പം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേവലം ഒരു സിനിമയെ കുറിച്ചല്ല. വാഴ 3 അനൗൺസ് ചെയ്തപ്പോൾ കമന്റ് സെക്ഷനിൽ വന്ന് നിലവിളിക്കുന്ന കുറച്ച് റോക്കറ്റുകളെ കുറിച്ചാണ്. അതിനു മുന്നേ ഒരു വലിയ സന്തോഷം പങ്കുവെക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു പാഷനായി തുടങ്ങി ഈ ജേണിയിൽ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനിയും നല്ല നല്ല കണ്ടന്റുകളുമായി ഞങ്ങൾ എത്തും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാഴ ഈ വാക്ക് നമ്മൾ മലയാളീസ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ പറ്റിയും ഒരു പണിയും എടുക്കാതെ വീട്ടുകാരുടെ ചെലവിൽ ജീവിക്കുന്നവരെ പറ്റിയും ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ കൂട്ടത്തിൽ ഒരു 60% പേരും ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അതാണെങ്കിൽ വല്ല ഗുണവുമെങ്കിലും ഉണ്ടാകുമായിരുന്നു. +2 പഠനം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന നമുക്ക് വാഴ പേര് വീണിട്ടുണ്ടായിരിക്കും. ഒരു കോഴ്സ് എടുത്ത് പഠിച്ചില്ലെങ്കിൽ, ജോലിയൊന്നും ആയില്ലെങ്കിൽ പലരും ഇങ്ങനെ ഈ പേര് ചേർത്ത് വിളിക്കും. ആ പെർസ്പെക്റ്റീവ് ഒക്കെ മാറാൻ വാഴ സിനിമ വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട്. പക്ഷെ ഈ വാഴ വീട് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു കോപ്പിറൈറ്റ് ആണെന്ന് തോന്നുന്നു ചില കമന്റ്സ് ഒക്കെ കണ്ടാൽ. സമൂഹത്തിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് വാഴ എന്ന് പറഞ്ഞാൽ അത് ബോയ്സ് ആണെന്നാണ്. ഒരു ജോലിക്കും പോകാതെ തേരാപ്പാര നടക്കുന്ന ബോയ്സ് ആണ് വാഴകൾ. എന്നാൽ ഒരു പെൺകുട്ടിയെ എടുത്താലും ഇതൊക്കെ തന്നെ ഇല്ലേ? പണ്ടത്തെ കാലഘട്ടത്തിലെ പോലെ എത്ര പേരെ ഇപ്പോ പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടുന്നുണ്ട്? എത്ര പേർ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്? കുറെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് അധിക ഗേൾസ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അല്ല, ഈ കാലഘട്ടത്തിലെ ഗേൾസ് എന്നല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ അന്ന് ഇതൊന്നും നടന്നിരുന്നില്ല. ഇന്ന് കാലഘട്ടം മാറിയപ്പോ, കാഴ്ചപ്പാടുകൾ മാറിയപ്പോ കുറെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ അവർക്കും ഇല്ലേ കുറെ കഷ്ടപ്പാടുകളും ആഗ്രഹങ്ങളും അവരുടേതായ ലൈഫും. ഇത് സിനിമയാകുമ്പോ ആർക്കാണ് ഇത്ര പൊള്ളുന്നത്? എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? പലരും പറയുന്നത് പെൺകുട്ടികളുടെ ലൈഫിൽ കഥയില്ല എന്നാണ്. ഗേൾസ് ഓൺലി ഹാവ് മൂഡ് സിങ്സ് ആൻഡ് ഈഗോ. ഇതാണ് മെയിൻ ആർഗ്യുമെന്റ്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? നമ്മുടെ ഇൻഡസ്ട്രിയിൽ മെയിൽ സെൻട്രിക് സിനിമകൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് പെൺകുട്ടികളുടെ ഫൺ സൈഡ് നമ്മൾ സ്ക്രീനിൽ കൂടുതൽ കണ്ടിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് സഹാനുശക്തിയുള്ള ഒരു രൂപമാകണമെന്ന് നിർബന്ധമുണ്ട്. ഒന്നുകിൽ കരയാനും സഹിക്കാനുമുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടർ ആവണം, അല്ലെങ്കിൽ മെയിൽ ആക്ടറിന് വേണ്ടിയുള്ള ഒരു പെയർ ആയിരിക്കണം. ഇങ്ങനെയാണ് പല സിനിമകളും വുമൺ ക്യാരക്ടറിനെ പണ്ട് തൊട്ടേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫീമെയിൽ ക്യാരക്ടർ അതൊരു വാഴ വൈബ് ഫണ്ണായി പറയാൻ ശ്രമിച്ചാൽ അത് ചില പുരുഷ ചിന്തകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇത്ര ഹെയ്റ്റ്? എന്തുകൊണ്ടാണ് കുറച്ച് പുരുഷ കുലപതികൾ വാഴ ഫ്രാഞ്ചൈസി ഫീമെയിലിനെ ലീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത്? ഇവിടെ പ്രശ്നം പെൺകുട്ടികൾക്ക് കഥ ഇല്ലാത്തതല്ല, പുരുഷന്മാരുടെ സ്പേസിലേക്ക് അവർ വരുന്നു എന്ന ധാരണയാണ്. വാഴ എന്നത് ബോയ്സിന്റെ മാത്രം ടെറിട്ടറി ആയി നിലനിർത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടികൾ ലീഡ് ചെയ്യുന്നത് കണ്ടാൽ അവരുടെ ഫ്രജൈൽ ഈഗോ ഹേർട്ട് ആവും. ഗേൾസ് എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് സിനിമയിൽ മാത്രമല്ല, റിയൽ ലൈഫിലും നമ്മൾ കാണാറുണ്ട്. ഒരു ഗേൾ ഗ്രൂപ്പ് ഫൺ ആയിരിക്കുന്നത് കണ്ടാൽ ഓവർ ആക്ടിംഗ് എന്ന് പറയുന്ന കൂട്ടുകാരാണ് കൂടുതൽ. അതിപ്പോ ഏതെങ്കിലും റീൽ എടുത്ത് നോക്കിയാൽ, കമന്റ് സെക്ഷനിൽ നോക്കിയാലും മനസ്സിലാവും. പക്ഷെ അവർ ഒരു കാര്യം ഓർക്കണം, സമൂഹമൊക്കെ കുറെ മാറിയിട്ടുണ്ട്, കൂടെ സിനിമയും. ഇപ്പോഴും പടം പൊട്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. സിനിമയിൽ ജെൻഡർ ആണോ ഫാക്ടർ? നോ, കണ്ടന്റ് തന്നെയാണ് ഫാക്ടർ. നിങ്ങൾ ജയ 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 ഹേ കണ്ടിട്ടുണ്ടോ? ദർശന രാജേന്ദ്രൻ ലീഡ് ചെയ്ത് ഈ പടം ബോക്സ് ഓഫീസിൽ എന്തുമാത്രം ഹിറ്റായിരുന്നു. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ഈ മൂവി. അതിലെ രാജേഷിന്റെ ക്യാരക്ടറിനെ പോലെയുള്ള ആൾക്കാരാണ് ഇപ്പൊ വാഴ 3യെ തള്ളി പറയുന്നത്. ഗിരീഷ് എഡി മൂവിയിലെ പെൺകുട്ടികളുടെ റിലേറ്റബിലിറ്റി നമ്മൾ കണ്ടതല്ലേ? അവരും വാഴകളായിരുന്നു. അവരുടെ ഓക്വേർഡ് മൂവ്മെന്റ്സ്, അവരുടെ ക്രഷ്, അവരുടെ കോൺവെർസേഷൻ, അത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് മലയാളത്തിലെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഏതാണെന്ന് അറിയാമോ? ഏതാണ് ഹയസ്റ്റ് ഗ്രോസർ സിനിമ എന്നറിയാമോ? ലോക ആണ് ഈ റെക്കോർഡ് കൈയടക്കി വെച്ചിരിക്കുന്നത്. കല്യാണി പ്രിയദർശൻ ലീഡ് ചെയ്ത സിനിമ. അപ്പൊ കണ്ടന്റ് തന്നെയാണ് ഇവിടെ പ്രാധാന്യം, ജെൻഡർ അല്ല.
കൈയാഞ്ചെ ഇവിടെയിലെ ഭൂമിയിലു വന്ന് വരത് മൊഞ്ചിൽ വിത്തി കഞ്ചും പോലാഞ്ചു. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. ദിവ്യ വേലായുധൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യക്തമായി കൃത്യമായി അതിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ പറയാം. ചന്തുവിനെ ചതിച്ച ആർച്ചയിൽ നിന്നും സണ്ണിയെ രക്ഷിച്ച നീലിയായ ചന്ദ്രയിലേക്ക് നടക്കാൻ മലയാള സിനിമയ്ക്ക് 36 വർഷമെടുത്തു. മലയാള സിനിമ ഇന്നോളം എഴുതിയ സ്ത്രീ കഥാപാത്രങ്ങൾ പലതും പുരുഷന്മാരുടെ പേനയിൽ പിറന്നതാണെന്നും അതിൽ പറയുന്നു. വായ സ്ക്രിപ്റ്റ് റൈറ്ററിനോടുള്ള പ്രതീക്ഷ പങ്കുവെച്ച് ആ കുറിപ്പ് വളരെ മനോഹരമായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്രയും ഹെയ്റ്റ്, ഇത്രയും അസഹിഷ്ണുത ഒക്കെ ഇതിന് ഉദാഹരണമാണ്. പലരുടെയും വിചാരം സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നാൽ അതിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പീരിയഡ്സ്, വേദന, പ്രസവം, പാലൂട്ട്, താലികെട്ട്, ചോറൂണ് തുടങ്ങിയൊക്കെ ആയിരിക്കുമെന്നാണ്. പലരും പറയാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യപ്പെടട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി പലരുടെയും മനസ്സിലുള്ള ടോക്സിസിറ്റി. എന്തിനാണ് നമ്മൾ ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്? നമ്മളുടെ വീട്ടിലെ സഹോദരിമാർ, സുഹൃത്തുക്കൾ, അവരുടെ വായ മൊമെന്റ്സ് നമുക്ക് കാണണ്ടേ? അവരും അഭിനയിക്കട്ടെ, അവരുടെ കഥകളും വരട്ടെ. ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്ന് പറയുമ്പോൾ അത് കേവലം മൂഡ് സിങ്സ് മാത്രമല്ല, പലരുടെയും സ്വപ്നങ്ങളാണ്, പലരുടെയും ജീവിതമാണ്. വാഴ 1 നമ്മൾ കണ്ടത് നമ്മുടെ തന്നെ കഥകളാണെങ്കിൽ വാഴ 3 നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ നമ്മൾ അറിയാതെ പോയ കഥകളായിരിക്കും. ഫീമെയിൽ ലീഡായാൽ സ്റ്റോറി ഇല്ലെന്ന് പറയുന്നതൊക്കെ വെറും കോമഡി അല്ലേ ബ്രോ? കഥകൾ എല്ലാവർക്കും ഉണ്ട്. അത് പറയാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇപ്പോ വാഴ ഫ്രാഞ്ചൈസി വഴി ഒരുങ്ങുന്നത്. നല്ല മൂവീസ് വരട്ടെ, സിനിമ എല്ലാവരും കാണട്ടെ, സമൂഹത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സിനിമയ്ക്കാവട്ടെ. സോ സിനിമയുടെ വേർഡിക്റ്റ് ഏതാണ് വരട്ടെ, പടം വരട്ടെ. വളരെയധികം കഴിവുള്ള റൈറ്ററും ടീമുമാണ് ഇതിനു പിന്നിൽ. അവരുടെ വിഷനിൽ നല്ലൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ചുറ്റും കണ്ടത് മാത്രമല്ല ജീവിതം, അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതും ഇവിടെ നടക്കുന്നതാണ്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വിഭിന്ന എഴുതാൻ പറ്റട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാഴ 3 ഈ ജെൻഡർ ഷിഫ്റ്റ് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ കമന്റ് ഇടുന്നവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് സെക്ഷനിൽ അറിയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ. 1000 സബുള്ള ഈ ഫാമിലി ഇനിയും വലുതാകാൻ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് ഫ്രം ഹെസന സൈനിങ് ഓഫ്. ഗുഡ് ബൈ. അടുത്ത ഒരു ഡാൻസ് ആണ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നാളെ എടുത്തു ഫ്രീ ചെയ്താ. Team Daba girls on stage.